അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് എത്തുന്ന അതിഥി സാറിൻ്റെ ബന്ധുവും പ്രസിദ്ധ സംവിധായകനായ ശ്രീ സഞ്ജീവ് ശിവൻ്റെ പത്നിയുമായ ദീപ്തി സഞ്ജീവ് ശിവൻ. അവരെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. സാറിൻ്റെ ബന്ധു എന്നുള്ളതിന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ശിവൻ കുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിലാണ് അല്ലേ? ഗായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സാറിനെ കാണുന്നത്? അങ്കിളുടെ വൈഫ്, അതായത് ആൻറ്റീൻ്റെ ബന്ധമുണ്ട് നമുക്ക്. പക്ഷേ ബന്ധം ലൈക്ക് അത് ഗോഡ്സ് ഗിഫ്റ്റ് ആണെന്ന്, റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. റിലേറ്റീവ്സ് ആവാൻ അത് ഗോഡ്സ് ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എനിക്ക് എന്താണെന്ന് പോലും ഓർമ്മയില്ല. പക്ഷേ സഞ്ജീവ് ശിവൻ, അതായത് ഹസ്ബൻഡ്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അങ്കിളും ആൻറ്റിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അങ്കിൾ ഭയങ്കര അറ്റാച്ച്ഡാണ് ഗ്രാൻഡ് സണ്ണുമായിട്ട്. ഈ നമ്മളെ ഫാമിലി ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പം 100% അങ്കിൾ ആൻറ്റി എല്ലാത്തിനും ഉണ്ടാവും. അപ്പോഴാണ് അങ്കിളുടെ കംപ്ലീറ്റ് ടാലൻറ്റ് വെളി വരുന്നത്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. അത് അപ്പൊ അങ്കിൾ ആൻറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഈ സാന്റാക്ലോസ് വരുന്ന മാതിരിയാ, കുറെ സാധനമായിട്ടൊക്കെ വരും. അപ്പൊ അങ്കിൾ ആൻറ്റി വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ അങ്കിൾ തിന്നാനൊക്കെ. അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അങ്കിൾ ആൻറ്റി കൊണ്ട് ആ ലാർജ് ഹാർട്ടഡ്നെസ് ഉണ്ട്. പക്ഷെ ആൻറ്റി ഇല്ലാത്തപ്പോൾ അത് കാണാനും ഉണ്ട്. അങ്കിൾ പണ്ട് ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു, എല്ലാത്തിനും ഓടി. ആൻറ്റി മരിച്ചതിന് ശേഷം അങ്കിൾ അങ്ങനെ അധികം വൈബ്രന്റ് അല്ല, ആൻറ്റി ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഒരു ഇൻസ്പിറേഷനും ഒരു ശക്തി അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ സാർ, തീർച്ചയായിട്ടും. അങ്കിളിന് ക്യാപ്സിന്റെ ഭയങ്കര ക്രേസ് ആണ്. അപ്പൊ ഒരുപാട് ക്യാപ്പുകളുണ്ട് സാറിന്റെ. എൻ്റെ ഒരു ശേഖരമുണ്ട്, ലോകത്തെവിടെ പോയാലും അത് കളക്ട് ചെയ്യും. അത് പോകുന്നവരോട് മകൻ കൊണ്ടുവരും. ആര് പോയാലും അങ്കിളുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാപ്പാണ്. അപ്പൊ അങ്കിളിനെ കാണാൻ തന്നെ രസമാണ്. ഓരോ പ്രാവശ്യം അങ്കിൾ വരുമ്പോ സ്റ്റൈലിലാണ് വരിക, ഏത് ക്യാപ്പ് ഏത് ഡ്രസ്സ്. അങ്കിൾ ടോട്ടലി ഡിഫറെന്റ് ആണ്, അൺഅസ്യൂമിങ് പേഴ്സൺ. പിന്നെ അങ്കിളുടെ അടുത്താണെങ്കിൽ എന്ത് തമാശയും പറയാം, എന്തായിക്കോട്ടെ. ഒരു മോർ ഓഫ് എ ഫ്രണ്ട് ദെൻ. തമാശ പറഞ്ഞാൽ അവർക്ക് ചിരിക്കും സാർ. സാർ തിരിച്ച് തമാശകൾ പറയാറുണ്ടോ? പിന്നെ അങ്കിൾ ഇപ്പോഴാണ് ഭയങ്കര സൈലന്റ് ടൈപ്പ് ആയത്. അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഫങ്ഷൻസിലാണ് അങ്കിളുടെ ഈ പാട്ടും ലേറ്റ് നൈറ്റ്സിലൊക്കെയാണ് അങ്കിളുടെ ഓൾ കഴിവ് വെടിവരുന്നത്. അല്ലെങ്കിൽ ഇല്ല, വീട്ടിലില്ല, വെളിയിലേ ഉള്ളൂ. വെളിയിലെ രാജാവാണ്. ഏതായാലും സാറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ ഇത്ര ആവേശത്തോട് സംസാരിക്കുമ്പോൾ അല്ലേ, അതൊരു വലിയ സന്തോഷം തന്നെയല്ലേ അല്ലേ സാർ? അതെ. അങ്കിൾ ബ്ലഷ് ചെയ്യും, അതാണ് നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ്. അങ്കിൾ സഡൻലി ബ്ലഷ് ചെയ്യും. ഏതെങ്കിലും പെൺകുട്ടി വന്നാൽ ഇപ്പോഴും ബ്ലഷ് ചെയ്യുന്നു, അതാണ് ഏറ്റവും നല്ല കാര്യം. അത് ശരി, അതൊക്കെ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അങ്കിൾ ആ കുട്ടി വന്നിട്ട് അങ്കിൾ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അങ്കിൾ ഉടനെ ബ്ലഷ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പൊ ഈ ഏജിലും ഒരു കാമുകൻ ഉള്ളിലുണ്ടെന്നുള്ളതാണ് പറയുന്നത് അല്ലേ റോസ്മേരി? അത് അല്ല, അല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു മനസ്സുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്കിളിന് ഓരോ ആക്സിഡന്റിനൊക്കെ വന്നിട്ടും അങ്കിൾ ആ വിൽ പവർ കാരണം മാത്രമാണ് അങ്കിൾ ഇപ്പോഴും അങ്ങനെ. അതൊക്കെ യങ് അറ്റ് ഹാർട്ട് എന്ന് പറയുന്നത്. യങ് അറ്റ് ഹാർട്ട് ആയോണ്ടാ. നമ്മുടെ ദേവാനന്ദരെയും ജമിനി ഗണേശനെയൊക്കെ പോലെ ജമിനി ഗണേശൻ്റെ ജീവചരിത്രം ഞാൻ വായിക്കുകയായിരുന്നു. 83 വയസ്സിലും അദ്ദേഹം ഒരു നവയുവാവിനെ പോലെയാണ് ചിന്തിച്ചിരുന്നത്. അപ്പം അതുപോലെ ഇവിടെ ആ യൗവനം തങ്ങി നിൽപ്പുണ്ട്. അല്ല, പ്രണയം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പലരും ഒരു ഏജ് കഴിയുമ്പോൾ ഇതൊന്നും എനിക്കിനി ഇല്ല, ഒരുതരം വിരക്തിയിലേക്ക് പോകും ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് സാറിന് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ കഴിയുന്നത്. മാത്രമല്ല എല്ലാത്തിനെയും വളരെ സ്പിരിറ്റോടുകൂടി എടുക്കാൻ കഴിയുന്നത് അല്ലേ? എല്ലാ സിറ്റുവേഷനെയും നമ്മൾ ആ രീതിയിൽ ഫേസ് ചെയ്യാൻ കഴിയുന്നത്. അത് അങ്കിളുടെ ഡ്രസ്സിംഗിലും ജീൻസ് കുറെ പോക്കറ്റൊക്കെ ഉണ്ട്. എനിക്ക് പോലും ഇടാൻ നാണമാണ്, ഇങ്ങനത്തെ ജീൻസ് ഒന്നും ഞാനിടില്ല. അപ്പോൾ സാറൊക്കെ ഇട്ടുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു. കാരണം കുറേ ഇതൊക്കെ ഉള്ള അല്ലേ, പോക്കറ്റൊക്കെ ഉള്ള ഷർട്ടും. ഇപ്പോഴും ആ കറന്റ് തിങ്കിങ്ങിലാണ്. സാറ് ഓൾഡ് ഈസ് ഗോൾഡിൽ പെടില്ല. ഓൾവേസ് ഗോൾഡ് ആണ്.